നേതാവ് അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവി CPI അതേക്കുറിച്ചുള്ള പഠനം നടത്താൻ വേണ്ടി 3-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. അവരുടെ പ്രാഥമികമായ കണ്ടെത്തൽ സ്വരാജിന് വ്യക്തിപരമായ വോട്ടുകൾ നേടാനായില്ല എന്നുള്ളതാണ്. ശ്രീ അനിൽകുമാർ, അങ്ങനെ ഒരു വിമർശനം CPI നടത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് CPM നോക്കിക്കാണുന്നത്? ഒന്ന്, ഇത് കൃത്യമായിട്ടും വ്യാജ വാർത്തയാണെന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തി കഴിയുമ്പോൾ ആ വിലയിരുത്തലിന്റെ ഭാഗമായി വ്യക്തിപരമായ എത്ര വോട്ട് പിടിച്ചു, വ്യക്തിപരമല്ല എത്ര വോട്ട് പിടിച്ചെന്ന് കണക്കുണ്ടാക്കും. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് വ്യാജ വാർത്തയാണ്. CPI ചാരിക്കൊണ്ട് ഇടതുപക്ഷ നേതാവിത്വത്തെ ആക്രമിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന പച്ചയായ നുണയാണിത്. ഇത്തരം ഒരു നുണകൾക്കും LDFിനെ തകർക്കാനാവില്ല, തളർത്താനാവില്ല. കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജിഹുകളായി തീർന്ന മാധ്യമങ്ങൾ തെറ്റായ ഇത്തരം പ്രചരണങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. ഇതൊരു ആധികാരികതയില്ല, പച്ച നുണയാണ് പറയുന്നത്. ഏതെങ്കിലും വെള്ളുപുള്ള ഏതെങ്കിലും ഒരാൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണിത്. ഒരു ബാലറ്റ് പേപ്പറിൽ വോട്ട് പെട്ടിയിൽ വോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇത്ര എണ്ണം വ്യക്തിപരമാണ്, ഇത്ര എണ്ണം വ്യക്തിപരമല്ല എന്ന് ആർക്കാ കണക്കുണ്ടാക്കാനാവുക? അനിൽകുമാർ, അതിന് കാരണമായി പറയുന്നത് നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് പോത്തുകല്ലടക്കം കാര്യമായ വോട്ട് നേടാനായില്ല എന്നുള്ളതാണ് PP സുനീർ നൽകിയ റിപ്പോർട്ടിലുള്ളത് എന്നാണ് നമ്മുടെ പ്രതിനിധി. കൂടാത്ത കമ്മിറ്റി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ വിളിച്ചാണോ കൂടിയത്? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പങ്കെടുത്താണോ CPIയുടെ കമ്മിറ്റി കൂടുന്നത്? ഇതൊക്കെ തന്നെ നുണ നിർമ്മിക്കുകയാണ്, പച്ച നുണ നിർമ്മിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യത്തിൽ ഒരു വ്യാജമായ രാഷ്ട്രീയ പ്രചരണം നടത്തി മതപരമായ ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയിട്ട് കേരളത്തിലെ മതനിരപേക്ഷതയെ അട്ടിമറിച്ചിട്ട് പിന്നീട് ഇടതുപക്ഷനാവത്തോടെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ നുണ നിർമ്മിക്കുകയാണ്. ആ നിർമ്മിക്കപ്പെടുന്ന നുണകൾ എന്ന് പറയുന്നത് യാതൊരു സാമാന്യ ബോധമില്ലാത്തതാണ്. അല്പം വിവരമുള്ളവർക്കറിയാം ഇപ്രകാരം ഒരു ചിന്തയും ഒരാളും നടത്തില്ല എന്ന്. അപ്പൊ തലതിരിഞ്ഞ ഇത്തരം ചിന്തകൾ വാർത്തകളായി കെട്ടിയെഴുന്നള്ളിക്കുന്നത് എന്തിനു വേണ്ടി? ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ആക്രമിക്കാൻ. അത് നിങ്ങൾക്കുള്ള അവകാശമുണ്ട്. പക്ഷെ പച്ച നുണയാണിത്. എത്ര കാലം നിങ്ങൾ വ്യാജ വാർത്തയാണെങ്കിൽ താങ്കൾ ഇതിൽ പ്രതികരിക്കുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വളരെ നന്ദി ശ്രീ K. അനിൽകുമാർ പ്രതികരിച്ചതിന്. ഇപ്പോൾ